എനിക്ക് ഇപ്പോൾ സ്നേഹിൻ്റെ കോളായാലും അല്ലാതെ ഓഫീസിൽ നിന്നൊരു വിളി വന്നതാണെങ്കിലും എപ്പോഴും വന്നാലും ഞാൻ അപ്പം അങ്ങ് ഇറങ്ങി അങ്ങ് പോവും. അതിൽ പിന്നെ ഒരു രണ്ടാമതൊരു രാത്രിയാണോ പകലാണോ അങ്ങനെ ചിന്തിക്കാനായിട്ട് നിൽക്കാറില്ല. കാരണം ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പാണ് ബാക്കി ചേട്ടൻ ഹാൻഡിൽ ചെയ്തോളും. ഞാൻ റോഷ്നി, ഞാൻ പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ ഫോറസ്റ്റ് ഓഫീസറാണ്. ജോലി കിട്ടിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഇങ്ങനെ വനം വകുപ്പിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സർക്കാർ ജോലി കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിൽ PSC പഠിച്ചെഴുതി ജോലി കിട്ടിയതാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആദ്യത്തെ ലിസ്റ്റിൽ. അത് വനം വകുപ്പിൽ ആദ്യമായിട്ട് സ്ത്രീകളെ എടുത്ത ആ സമയം, ആ ഫസ്റ്റ് ബാച്ചാണ്. നമ്മൾ വനിതകളെ എടുത്തപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞത് ഒരിക്കലും ഓഫീസിൽ ഇരുന്നൊരു ജോലി ആയിരിക്കില്ല, ഫീൽഡാണ്. ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ബീറ്റാണ്. നമ്മൾ ഒരു ദിവസം 18 കിലോമീറ്റർ ബീറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ വനത്തിൽ കൂടി പോകണം, ഒഫൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം, അങ്ങനെയൊക്കെയുള്ള ജോലിയാണ് നമുക്കുള്ളത്. വന്യമൃഗങ്ങളുടെ സംരക്ഷണം, വനസംരക്ഷണമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ കുറച്ച് നാൾ വിതിര സെക്ഷനിലായിരുന്നു, അവിടെ നിന്ന് ഒരു ഇക്കോ ടൂറിസത്തിലായിരുന്നു. ആ സമയത്താണ് ഈ സ്നേക്ക് റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ട് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് റെസ്ക്യൂ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ പാമ്പിനെ പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. എൻ്റെ പേരും കൂടി ഉൾപ്പെടുത്താമോ, എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. പിന്നെ സാർ പറഞ്ഞു കുഴപ്പമില്ല, വന്നാൽ മതി, ട്രെയിനിങ് ഉള്ള ദിവസം വരാൻ പറഞ്ഞു. PTPയിൽ വെച്ച് ഒരു 1 ഡേ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് PPTയിലാണ് ഞാൻ ഈ പാമ്പുകളെ കാണുന്നത്. അന്ന് അത് കേട്ടിട്ട് ഓരോ പാമ്പിനെ ഇട്ടിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇത് ഇതാണെന്ന് ചോദിച്ചാൽ ഒന്നും അറിഞ്ഞൂടാ, നമ്മൾ കണ്ടിട്ടില്ല. ഞാനൊരു പാമ്പിനെ ഞാൻ അതിന് മുമ്പ് ചേരെ കണ്ടിട്ടുള്ള, അല്ലാതെ ഞാനൊരു പാമ്പിനെ അങ്ങനെ ഞാൻ ലൈവായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. മ്യൂസിയത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ നമുക്ക് പാമ്പിനെ എടുത്തിട്ട് തരും, നമ്മൾ റെസ്ക്യൂ ചെയ്ത് കാണിക്കണം. അപ്പോൾ ചോദിക്കും വെനമസ് വേണോ നോൺ വെനമസ് ആയിട്ടുള്ള ഏതിനെ വേണം റെസ്ക്യൂ ചെയ്ത് കാണിക്കണം, എന്നാലേ നമുക്ക് ലൈസൻസ് തരുള്ളൂ. അന്ന് ഞാൻ കോബ്രയാണ് ആവശ്യപ്പെട്ടത്. എന്ത് ധൈര്യത്തിൽ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അന്ന് ചോദിച്ചത് കോബ്ര വേണം എന്ന് പറഞ്ഞു. കോബ്ര എടുത്തിട്ട് തന്നു. റെസ്ക്യൂ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് നമ്മൾ ഹുക്ക് വെച്ചിട്ടാണ്, നമ്മൾ അതിനധികം വേദനിപ്പിക്കാറില്ല, അതിനെ ഇറിറ്റേറ്റ് ചെയ്യാറില്ല. അപ്പോൾ കാണിച്ചു തന്നു. എന്നിട്ട് ബാഗ് പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ 27 സെക്കൻഡിലോ കണ്ട് ഞാൻ ഒരു മൂർഖനെ റെസ്ക്യൂ ചെയ്ത് കാണിച്ചു. പിന്നീട് അതിനുശേഷം ഞാൻ പോകുന്നത് ഈ കല്ലാറ് തന്നെ. ഒരു ദിവസം രാവിലെ അവിടെ ഒരു ആളുടെ വീട്ടിലൊരു കോഴിക്കൂടിനകത്തൊരു പെരുമ്പാമ്പ് കയറി വരുമോ എന്ന് ചോദിച്ചാണ് വിളിക്കുന്നത്. ഹസ്ബൻഡിനെ കൂടെ വിളിച്ചുകൊണ്ടാണ് കാറിൽ ടൂൾസ് കൊടുത്തുകൊണ്ട് പോയി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പിടിക്കാൻ പോകുന്നത്. പെരുമ്പാമ്പായിരുന്നു അന്ന്. ലൈവായിട്ട് ആദ്യത്തെ റെസ്ക്യൂ അതായിരുന്നു. കയറി അങ്ങ് റെസ്ക്യൂ ചെയ്തു. അതിൽ വേറെ വലിയ ഇതൊന്നും തോന്നിയില്ല. കൈ കൊണ്ടാണ് ഇടുക, കാരണം പെരുമ്പാമ്പിനെ നമുക്ക് ടൂൾ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അതെ, ഭയങ്കര വെയിറ്റ് ആയിരിക്കും. വലുതാണെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. പിന്നെ പെരുമ്പാമ്പ് കടിക്കും, നല്ലവണ്ണം ചാടി കടിക്കുന്ന ഒരു സാധനമാണ് പെരുമ്പാമ്പ്. അപ്പോഴൊന്നും തോന്നില്ല. നമ്മൾ റെസ്ക്യൂവിന് പോകുമ്പോഴത്തേക്ക് ഇതെന്നെ കടിക്കുമെന്നോ അല്ലെങ്കിൽ ഇതെന്നെ കൊത്തുമെന്നോ ആ ഒരു മൈൻഡ് ഒരിക്കലും നമുക്ക് വരില്ല. ഞാനിപ്പോൾ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന അറാട്ടയിൽ വന്നിട്ട് 2 വർഷം വരെ ആവാറായി. എന്നെ പെണ്ണായിട്ടല്ല അവർ കൂട്ടിയിരിക്കുന്നത്, എന്നെ ഒരാളായിട്ടാണ് അവർ കൂടെ കൂട്ടിയിരിക്കുന്നത്. മീൻസ് നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴായാലും സംസാരിക്കുമ്പോഴായാലും മലയിൽ കയറാനായാലും വെള്ളത്തിലിറങ്ങാനായാലും കാട്ടിനകത്ത് പോയാലായാലും പിന്നെ എന്നോട് വായു അങ്ങ് കയറി വരണ്ട അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങനെയൊന്നും ആരും പറയാറില്ല. ഞാനങ്ങനെ നിൽക്കാറുമില്ല. അവരെവിടെ പോകും, ഞാൻ അവിടെ കൂടെ പോകും. അവർ 4-5 പേരുടെ കൂടെ ഒരാണായിട്ട് തന്നെയാണ് എന്നെ അവർ കൂട്ടിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ എനിക്കൊരു ജീവിയോട് പേടിയെന്നുണ്ടെങ്കിൽ എനിക്ക് ആനയെ ഓടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കൂടെ ഉള്ളവരോട് പറയും, വേണ്ട നമുക്ക് എൻ്റെ ഇടയിൽ ചെന്ന് കയറണ്ട എന്ന് പറയും. അത്ര അല്ല, വേറെ ഒരു ജീവിയോടും എനിക്കിഷ്ടമാണ്. അതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ ഒരു പേടി. എനിക്ക് എൻ്റെ ഉപബോധ മനസ്സിൽ പോലും എനിക്ക് ഒരു സാധനത്തിനെ കാണുമ്പോൾ അയ്യോ വേണ്ട അടുത്തോട്ട് പോകണ്ട എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു ജീവിയോടും എനിക്ക് തോന്നിയിട്ടില്ല. മനുഷ്യരെ കുറച്ച് പേടിയുണ്ടെങ്കിലേ ഉള്ളൂ. ഈവൻ ഇപ്പോൾ പെറ്റ് ആനിമൽ ആയാലും വൈൽഡ് ആനിമൽ ആയാലും ഒന്നിനോട് പലരും നമ്മൾ ഓരോന്നിനും എടുക്കാൻ പോകുമ്പോൾ മരപ്പെട്ടിയൊക്കെ തന്നെ കാണുമ്പോഴൊക്കെ ഞാനങ്ങ് കയറി പിടിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഡൻസിയാണ്. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ പറയും ഇത് എന്തുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ പ്ലേഗ് ഉണ്ടാവും, വേദം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല. എൻ്റെ അമ്മ ഇപ്പോഴും റിസർച്ച് നടത്താണ് വീട്ടിൽ ഇരുന്നത്, ഇത് ആരുടെ ധൈര്യമാണെന്നും പറഞ്ഞിട്ട്. നമ്മുടെ കുടുംബത്തിലൊന്നും ആർക്കും ഇതിൻ്റെ ഒരു ഇതുമില്ല. 2 ചേച്ചിമാരാണ്, അവളൊന്നും ഓടിത്തള്ളും. അപ്പോൾ പിന്നെ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഇതാണ്. പേടിയുണ്ട്, എപ്പോഴും പേടിയാണ്. സൂക്ഷിച്ച് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുകയും ചെയ്യും. പിന്നെ
ഇടയ്ക്ക് ഒരു കരടിയുടെ സംഭവം ഭയങ്കര ചർച്ചയായ ഒരു സംഭവമാണ്. ശരിക്കും രാത്രി 12 മണിക്കോ കണ്ടാണ് അത് വീഴുന്നത്. 1:30 മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം അവിടെ എത്തിയതാണ്. അത് നിന്ന ഒരു പൊസിഷൻ അനുസരിച്ചാണ് ഞങ്ങൾ നെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഈ കരടിക്ക് നമ്മളെ കൂടുതൽ ആക്രമിക്കുന്നത് കൈകൊണ്ട് അടിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു മയങ്ങി വന്ന സമയത്ത് ഇത് കൈകൊണ്ട് അടിച്ച് നെറ്റ് കുറച്ചൊന്ന് മാറിപ്പോയായിരുന്നു. പിന്നെ നമ്മൾ കൃത്യമായി ഇത് നിന്ന് അതേ പൊസിഷനിൽ ആ നെറ്റിൽ വരും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു രീതിയിൽ നിന്ന് മാറി അത് ഇങ്ങനെ ബട്ടക്സ് കൊണ്ടൊന്ന് ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കൈ കൊണ്ട് നെറ്റ് തട്ടവും കൂടെ ചെയ്തപ്പോൾ നെറ്റ് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പോയതാണ്. അതിലൊരിക്കലും നമ്മൾ അല്ലാതെ മനഃപൂർവ്വമായി നമുക്കങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്കിപ്പോൾ നമ്മളതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് രാത്രി 1 മണി മുതൽ ഞങ്ങളെല്ലാം അവിടെ പോയി ഇരിക്കുന്നത്. ഇതിനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. പക്ഷേ ഭയങ്കര വിഷമമായിരുന്നു. ഒരു 2-3 ദിവസം സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഈ പുറത്തിറങ്ങുന്ന ജീവികളെയൊന്നും മനുഷ്യരായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് കോൾ വരുമ്പോൾ അറിയാം, ഒരു ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ജീവി ഇരിക്കുന്നു എന്ന് പറഞ്ഞാലോ വഴിയിൽ കണ്ടു എന്ന് പറഞ്ഞാലോ ഒക്കെ അവർ അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട്. നമ്മൾ പോയി റെസ്ക്യൂ ചെയ്യാറുണ്ട്, തിരിച്ചിതിനെ വനത്തിൽ കൊണ്ട് വിടാറുമുണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് കുരങ്ങിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. 5 ദിവസം പ്രായമുള്ളപ്പോൾ കിട്ടിയതാണ്. തീരെ കുഞ്ഞായിരുന്നു. അമ്മ മരിച്ചുപോയി. മലയൻകീഴ് ഭാഗത്ത് നിന്ന് അവർ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞ് അമ്മ മരിച്ചുപോയി. ബാക്കി കുരങ്ങന്മാരൊക്കെ അപ്പോൾ ഇട്ടിട്ട് പോയി. അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ പോയി റെസ്ക്യൂ ചെയ്തിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുഞ്ഞായിരുന്നു, അതിനെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകും. അങ്ങനെ തോന്നിയില്ല. അങ്ങനെ നമ്മളിവിടെ ഓഫീസിൽ തന്നെ ഇപ്പോൾ സംരക്ഷിക്കുവാണ്. ഡോക്ടറെ കാണിച്ചു വരെ ഹെൽത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ആൾ ഓക്കെയാണ്. ഭയങ്കര ഉണ്ണണിയാണ്. ഇപ്പം 5 മാസമായി. അപ്പോൾ ഇച്ചിരൂടെ വലുതായിട്ടേ വിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബോട്ടിൽ ഫീഡൊക്കെയാണ്, കുപ്പിയിലാണ് പാൽ കൊടുക്കുന്നത്. ഫുഡൊക്കെ കഴിക്കും, പക്ഷെ സ്വന്തമായിട്ട് പോയി എടുത്ത് കഴിക്കാനുള്ളൊരു പ്രായമായിട്ടില്ല. അപ്പോൾ ഇച്ചിരൂടെ ഒന്ന് വലുതായിട്ട് നമ്മൾ വനത്തിൽ തന്നെ കൊണ്ട് റിലീസ് ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഒത്തിരി മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുവാണ്, ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. കിട്ടിയ ജോലി ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും ഈ 5-6 വർഷത്തിനിടയിലും അന്ന് കയറിയ സമയത്തുള്ള അതേ ഒരു താല്പര്യം എനിക്കിപ്പോഴും ഉണ്ട്. എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തായാലും ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ അങ്ങനെ അപാര ധൈര്യമോ അങ്ങനെ ഒരു ഇതൊന്നും വേണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പറ്റും എന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും സാധാരണക്കാരായ എല്ലാവർക്കും പറ്റും.